നമസ്കാരം വ്യൂവേഴ്സ്, നമുക്ക് വെറൈറ്റി ആയിട്ട് ചെമ്മീൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കുറിച്ചാണ് ഈ വീഡിയോ. പക്ഷെ നമുക്ക് അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതിലേക്ക് പുളി പിടിച്ച് കിട്ടണം. അപ്പോൾ നമ്മൾ ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വെറൈറ്റി ആയിട്ടൊരു ഷ്രിംപ്സ് ഫ്രൈ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ ഏകദേശം ഒരു 750 ഗ്രാമോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യമേ ഇതിനകത്തുള്ള അതിൻ്റെ വെയിന് ഒഴിവാക്കി എടുക്കണം. ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഞാനൊരു വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ വെയിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹെഡ് റിമൂവ് ചെയ്യുന്നില്ല. റിമൂവ് ചെയ്യുന്നതിന് മുമ്പാണ് ഇതിൻ്റെ വെയിന് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ വെയിന് കളയാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതേപോലെ ഒരു ടൂത്ത് പിക്കാണ്. നമുക്ക് ഈസി ആയിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് തന്നെ റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ടൂത്ത് പിക്ക് എടുക്കാം. ഏകദേശം വാലിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടൂത്ത് പിക്കിൻ്റെ നല്ല ഷാർപ്പായിട്ടുള്ള ഭാഗം കുത്തിയിറക്കി ഇതിനകത്ത് എന്താ ഇങ്ങനെ അരിച്ചിങ്ങെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെയിനെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തലയും അതേപോലെ തന്നെ ബാക്കി തോടും ഒഴിവാക്കി എടുക്കണം. തല നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു പാർട്ട് ഞാനിവിടെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ വാലിൻ്റെ ഒരു പോർഷൻ നന്നായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ടൈപ്പിലായിരിക്കും നമ്മുടെ കൊഞ്ച് ഞാൻ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ടോപ്പ് വേണമെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ഇതിവിടെ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത കൊഞ്ചിൻ്റെ തോടൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഭാഗം ഞാൻ ഒഴിവാക്കാതെയാണ് നമ്മൾ ഫ്രൈക്ക് വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ അതൊരു പ്രസൻറ്റേഷന് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു, താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇത് വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് നല്ലപോലെ തന്നെ കഴുകിയെടുക്കാം. അപ്പം നല്ലപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതോടൊപ്പം തന്നെ ഉപ്പ് ഇട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. പക്ഷേ അകം വേവാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം കൊഞ്ചൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല രീതിയിൽ തന്നെ വേവിച്ച് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇതൊന്ന് പുളിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. പുളിയും അതോടൊപ്പം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യുന്ന മെത്തേഡ് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഷ്രിംപ്സ് ഒരു കർവിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് നമുക്ക് നേരെയാക്കാൻ വേണ്ടി ഇതിൻ്റെ താഴത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഏത് രീതിയിലാണ് ഞാൻ വേവിക്കുന്നതെന്നൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ടിൻ്റെ ബെൻഡ് ഒഴിവാക്കാൻ വേണ്ടി ഇതിൻ്റെ താഴത്തെ പോർഷൻ ജസ്റ്റ് ഈ കർവിക്കൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. 1, 2, 3 കട്ട് മാക്സിമം മതിയാവും. അപ്പോൾ അത് നോർമലി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുറിഞ്ഞു പോകരുത്. അപ്പോൾ അത് നോക്കി തന്നെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എടുത്ത ഷ്രിംപ്സ് എല്ലാം ഇതേപോലെ അടിയിൽ കട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കാം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ വാലിൻ്റെ പോർഷനും അതൊരു സ്റ്റൈൽ വരുന്നത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഞാനത് കീപ്പ് ചെയ്തേക്കുന്നതും. ഇനി ഇത് ഡയറക്റ്റ് വെള്ളത്തിലിട്ട് ചൂടാക്കുന്ന സമയത്ത് ഇപ്പോൾ എത്ര വരച്ചെന്ന് പറഞ്ഞാലും അത് പിന്നെയും ബെൻഡായിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് വരും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടൂത്ത് പിക്ക് സ്ക്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ എങ്ങനെയാണെന്ന് നോക്കാം. വേവിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ടൂത്ത് പിക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്കിനി ടൂത്ത് പിക്ക് സ്ക്യൂ ചെയ്യാം. ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ടോപ്പിൽ നിന്ന് ഒരു ഡയറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നേരെ തന്നെ അങ്ങ് സ്ക്യൂ ചെയ്ത് താഴോട്ട് ഇറക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം കുറച്ച് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ചൊരു പോർഷൻ ഇതേപോലെ വെച്ചിരിക്കണം. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കുകയും ചെയ്യാം.
അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് സ്ക്യൂ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം സ്ക്യൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രിംസ് ചെറുതാണ്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു കറക്റ്റ് രീതിയിൽ എനിക്ക് കിട്ടിയതും. അല്ലാന്നുണ്ടെങ്കിൽ വലിയ ടൂത്ത് പിക്ക് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വേവിക്കുന്ന സമയത്ത് ഇത് ചുരുങ്ങി ഷേപ്പ് മാറുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു സ്റ്റെപ്പ് താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു കടായിലേക്ക് നമ്മളെടുത്ത സ്ട്രിംസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 2-3 പീസ് പുളി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ നമ്മൾ പുളിയൊക്കെ ഇറങ്ങി നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് പുളി പിടിച്ച് കിട്ടണം. അപ്പോൾ ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെടുത്ത പ്രോൺസും നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നല്ലപോലെ പുളിയും കിട്ടും. അപ്പോൾ ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിൽ നമ്മൾ സ്ക്യൂ ചെയ്ത് വെച്ചിട്ടുള്ള ടൂത്ത് പിക്ക് ഒഴിവാക്കിയെടുക്കണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ടൂത്ത് പിക്ക് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഒഴിവാക്കുന്ന സമയത്ത് ഇച്ചിരി കെയർഫുള്ളായിട്ട് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കി തന്നെ ചെയ്യുക. എന്നിവിടെ 2 രീതിയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 രീതിയിലും യൂസ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിന് പകരം നമുക്ക് റവയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പരന്ന പാനിലേക്ക് നമുക്ക് കുറച്ച് മൈദാപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് പൊടിയിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഗാർലിക്കും അതോടൊപ്പം തന്നെ ജിഞ്ചറുമാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പലപ്പോഴും ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന 2 പൊടികളാണ്. വീട്ടിൽ ചെയ്തു വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ജിഞ്ചർ പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണ് ഗാർലിക് പൊടി കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പൊടിയായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിച്ചാണ്, അതുകൂടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല പൊടിച്ചാണ്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനതിൽ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു വരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് പൊടിയിൽ മുക്കിയെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം കൊഞ്ച് മൈദയിൽ അതോടൊപ്പം തന്നെ മറ്റ് മിക്സറിൽ മുക്കിയെടുത്തതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് 2 മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ടിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡ് മുട്ടയുടെ വെള്ളം മാത്രം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വിസ്കാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ് മുട്ടയുടെ വെള്ളം മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ഇത്തരത്തിൽ ഒരു സ്പൈഡർ നെറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു സ്റ്റേജ് മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ സാധാ മുട്ടയിലും നമുക്ക് മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ടയുടെ വെള്ളക്കകത്ത് മുക്കിയെടുത്തിട്ടാണ് ബ്രെഡ് ക്രംസ് പിടിപ്പിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് 1-2 ലെയർ നമ്മുടെ ആവശ്യാനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ലെയർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു സെക്ഷൻ ഞാൻ മുട്ടയുടെ വെള്ളം മാത്രം ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത സെക്ഷൻ നമുക്ക് മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതിനകത്തിട്ട് മുക്കി ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം.
ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ടോപ്പിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇപ്പോൾ 2 സെറ്റും റെഡി ആയിരിക്കുകയാണ്. ഇത് മുട്ടയുടെ വെള്ളയും മഞ്ഞയുടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് മുട്ടയുടെ വെള്ളം മാത്രം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് രണ്ടും നല്ല തിളച്ച എണ്ണയിലിട്ട് സ്പൈഡർ നെറ്റിലിട്ട് ഞാൻ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നല്ലപോലെ വേവിച്ച ശ്രിംസ് ആയതുകൊണ്ട് ഒത്തിരി നേരം എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്ത് കരിച്ച് കളയേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് കളർ വരുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എണ്ണ ആഡ് ചെയ്യാം. എപ്പോഴും നമ്മൾ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ ആഡ് ചെയ്യാവൂ. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സ്പൈഡർ നെറ്റിലിട്ട് ഇതിൽ താത്തു വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്തേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നത് മുട്ടയുടെ വെള്ളയിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മുക്കി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു കളർ മതിയായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്പൈഡർ നെറ്റ് ഇടുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് പരുവത്തിനനുസരിച്ച് കരിഞ്ഞ് പോകാതെ എടുക്കാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുട്ടയുടെ ചുവപ്പും വെള്ളയും ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തതാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ശരിക്കും ക്രിപ്സി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നമുക്കിതിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ടൊമാറ്റോ കച്ചപ്പ് കൂടി ആഡ് ചെയ്യാം. സ്ട്രിംസ് ഫ്രൈസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ വെറൈറ്റി ആയിട്ടൊരു സ്ട്രിംസ് ഫ്രൈ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. പക്ഷെ നമുക്ക് അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും വളരെ ടേസ്റ്റോടുകൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. മറ്റു നല്ല വീഡിയോകളും റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫ്രം ജോജി ജോൺ, കുക്ക് ആൻഡ് സെർവ് കേരള സ്റ്റൈൽ.